സാറാമ്മ തന്നെ എന്റെ സ്ത്രീധനം. എന്റെ മാടത്തെ കിടാവിളക്കാണ് സാറാമ്മ. അതെ, ശ്രീമാൻ കേശവനാരും ശ്രീമതി സാറാമ്മയും ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ചില കുഴപ്പങ്ങൾ കാണുന്നു. ഒരു കുഴപ്പം, ഞാൻ പള്ളിയിൽ പോകുമ്പോ നിങ്ങൾ അമ്പലത്തിൽ. അത് പ്രായമായ രണ്ട് സ്വതന്ത്ര ജീവികൾ, ഹൃദയങ്ങൾ തമ്മിൽ മതിലുകൾ ഉണ്ടാകരുത്. ക്ഷമ, കാരുണ്യം, സഹാനുഭൂതി, അങ്ങനെ. പിന്നെ പറയാനെനിക്ക് നാണാ. നാണിച്ചു തന്നെ പറഞ്ഞു. അവരെ ഏത് ജാതിയിൽ വളർത്തും? ഹിന്ദു ആയിട്ട് വേണ്ട, ക്രിസ്ത്യാനിയായിട്ട് ഭർത്താവിനും ഇഷ്ടമല്ല. അപ്പൊ അവരുടെ ജാതി? അവർ നിർമ്മതരായി വളരട്ടെ. മൃഗങ്ങളെ പോലെ, പക്ഷികളെ പോലെ, ചീങ്കണ്ണികളെ പോലെ. അതിന് പണിയുണ്ട്. പ്രായമായി വരുമ്പോൾ അവരെ എല്ലാ മതങ്ങളെയും പറ്റി പഠിപ്പിക്കുക. പക്ഷപാതരാഹിത്യത്തോടുകൂടി എല്ലാ മതങ്ങളെയും വെച്ച് ഹൃദ്യമായത് അവർ സ്വീകരിക്കട്ടെ. കൊള്ളാം. പേരോ? എന്റെ ആദ്യ കുഞ്ഞ് ആണെന്നിരിക്കട്ടെ, അതിന് എന്ത് പേരിടും? ഹിന്ദു പേര് വേണ്ട, ക്രിസ്ത്യൻ പേരും വേണ്ട. നമുക്ക് മറ്റു സമുദായങ്ങളെ ജഗജില്ലൻ പേരിലിടാം. അപ്പൊ എന്റെ മോൻ വേറെ ജാതിക്കാരെന്ന് പറയില്ലേ? ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത പേര് വേണം. വിശ്വാസത്തെയോ മതത്തെയോ ഒന്നും കുറിക്കുന്നതാവരുത്. അതിന് പണിയുണ്ട്. നമുക്ക് ചൈന പേരിട്ടാലോ? ഡങ്കിഡിങ്കുഹോ. ഡങ്കിഡിങ്കോ? എടാ മോനെ, ഡങ്കിഡിങ്കോ, നീ എവിടെയാടാ? വേണ്ടല്ലേ. എന്നാ റഷ്യൻ ഉണ്ട്, സ്കി ചേർത്താ മതി. എന്താ സ്കി? ചപ്ലോസ്കി. ചപ്ലോസ്കി വേണ്ടല്ലേ. എന്നാ ഇന്ത്യൻ പേരുകളുണ്ട്. പ്രേമലകൻ, ചെറുകഥ, കൊടുങ്കാറ്റ്, നിലാവെളിച്ചം, ചെമ്മീൻ കണ്ണ്. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മോനെ ചെറുകഥേ, മോനെ ചെമ്മീൻ കണ്ണാ. വേണ്ടല്ലേ. പണിയുണ്ട്. നമുക്ക് നറുക്കിടാം. ആകാശം. മിഠായി. ആകാശം മിഠായി. മോനെ ആകാശം മിഠായി, നീ എവിടെയാടാ? മിസ്റ്റർ ആകാശം മിഠായി, ശ്രീമാൻ ആകാശം മിഠായി, സഖാവ് ആകാശം മിഠായി. അപ്പൊ എന്റെ മോൻ ആകാശം മിഠായി കമ്മ്യൂണിസ്റ്റാ? അവൻ എന്ത് സുഡാങ്കിലും പോയി ചേർത്ത്. പിന്നെ സാറാമ്മ, നീ ഇതുവരെ പറഞ്ഞത് എന്റെ മകൻ എന്നാ. ഇത്രയ്ക്ക് സ്വാർത്ഥ പേടില്ല. ആരെങ്കിലും കേട്ടാൽ ആകാശം വിട്ടാൽ എനിക്കൊരു അവകാശമില്ലെന്ന് വിചാരിക്കില്ലേ? നമ്മുടെ മകൻ എന്ന് വേണം പറയാൻ. മനസ്സിലായി? എന്ത്? ഞാൻ നിങ്ങളുടെ കാര്യം കേട്ടില്ല. അപ്പൊ നേരത്തെ പറഞ്ഞതോ എന്ത്? ഭാര്യ ആകാന്ന്. ആയിട്ട് സാറാമ്മയ്ക്ക് എപ്പോഴും വിനോദ. ഒടുവിലത്തെ രാത്രി. ക്രൂര മൃഗമാണ് സ്ത്രീ. പുരുഷൻ എത്രയോ നല്ലവൻ. ഈ സ്ത്രീകളെ ദൈവം എന്തിനാണാവോ സൃഷ്ടിച്ചത്? ഏതായാലും നല്ല ദഷ്ടരായിരിക്കില്ല. അതെ, വാതില് തുറന്നേ. എന്തിനാ കരയുന്നത്? നാളെ വെളുപ്പിനെ 4 മണിയുടെ വണ്ടിക്ക് ഞാൻ പോകുക. അവസാനമായി സാറാമ്മയ്ക്ക് എന്നോട് ഒന്നും പറയാനില്ലേ? ഉണ്ടല്ലോ. ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമ സുരഭിലവുമായിരിക്കുന്ന ഈ അസുരഭ കാലഘട്ടത്തിൽ ചില ചോദ്യങ്ങൾ മാത്രം. അപ്പച്ചന് കൊടുക്കാനുള്ള വാടക കൊടുത്തോ? കൊടുത്തു. ഹോട്ടലിലെ കടം തീർത്തു. വഴിച്ചനോട് പണമുണ്ടോ? ഉണ്ട്. എവിടുന്നുണ്ടായി? എന്റെ റിസ്റ്റ് വാച്ച് മോതിരവും വിറ്റു. എല്ലാം നല്ലതിന്. അങ്ങനെ ബഹുമാനപ്പെട്ട കേശവനാർ ഈ നാട് വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആരും സ്മരിക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കാഠിന്യത്തിന്റെ പര്യായമായ സ്ത്രീയെ. അതെ, വെളുപ്പിനെ പോകുമ്പോ എന്നോടും പറയണേ.
പ്രിയപ്പെട്ട അപ്പച്ചനും ബഹുമാനപ്പെട്ട ചിറ്റമ്മയും വായിച്ചറിയാൻ സാറാമ്മ എഴുതുന്നത് ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എനിക്ക് മാസം തോറും ശമ്പളം കിട്ടുന്ന ഒരു ജോലി ലഭിച്ചതിനാൽ ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. സ്ത്രീധനം കൂടാതെ എൻ്റെ ഈ മുഷിഞ്ഞ തുണിയോടെ എന്നെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഒരു പുരുഷനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഗാഢമായി ചിന്തിച്ച് മധുരോത്താരമായ ഒരു മംഗളാശംസയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മ. ആഹാ, ദിവ്യജ്ഞാനം, ആണിന്റെ സുന്ദരം ബുദ്ധി. ഓ, ആണിന്റെ ജ്ഞാപ ബുദ്ധി. അല്ലാതെ ഞാൻ ചിറ്റമ്മയ്ക്ക് അമ്മച്ചിക്ക് എഴുതിയ കത്ത് വായിച്ചിട്ടല്ലേ. ഞാൻ ഇത്രയൊക്കെ ത്യാഗം ചെയ്തിട്ട് എന്നോട് ഇങ്ങനെയാണല്ലോ. എടി ത്യാഗമയി, ആകാശം വിട്ടാടെ തള്ളേ. എന്തോ എടി, നമ്മൾ രഹസ്യമായി രജിസ്റ്റർ ചെയ്ത് പരസ്യമായി ജീവിക്കാൻ പോകുന്നു. ആണോ? 3 കാര്യങ്ങളിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്: ആഹാരം, വസ്ത്രം, വിശ്വാസം. ചപ്പളാച്ചി, ഒരു 3 കാര്യത്തിൽ മാത്രോ? ആ, കിട്ടുന്ന ശമ്പളം മുഴുവൻ എന്നെ ഏൽപ്പിക്കണം. എടി, അപ്പൊ ഞാൻ എങ്ങനെ പുറത്തു പോയി ചായ കുടിക്കും? ത്യജിക്കൂ, ഞാൻ എന്തെല്ലാം ത്യജിച്ചിരിക്കുന്നു. എടി മധുരസുന്ദരം നിലാവെളിച്ചമേ, ഞാൻ വേണമെങ്കിൽ ഈ ചാരുകസലിരുന്ന് 1000 മഹാസാമ്രാജ്യങ്ങൾ കീഴടക്കാം, 1000 ചീങ്കണികളുമായി യുദ്ധം ചെയ്യാം. പക്ഷേ സ്വന്തം പ്രേമഭാചരത്തിന് വേണ്ടി തലകുത്തി നിൽക്കുക, സ്വന്തം പ്രേമഭാചരത്തിന് വേണ്ടി തലകുത്തി നിൽക്കുക ആര് ചെയ്തിട്ടുണ്ട്? വാ, സമയം കളയണ്ട, നമുക്ക് തിരിക്കാം. മതമില്ലാത്ത ജീവൻ. സ്കൂളിൽ ചേർക്കാനായി കുട്ടിയോടൊപ്പം എത്തിയ രക്ഷിതാക്കളെ മുന്നിലുള്ള കസേരകളിൽ ഇരുത്തി ഹെഡ് മാസ്റ്റർ അപേക്ഷ പൂരിപ്പിക്കാൻ തുടങ്ങി. മോന്റെ പേരെന്താ? ആകാശമിട്ടായി. കൊള്ളാം, നല്ല പേര്. അച്ഛന്റെ പേരോ? കേശവൻ നായർ. അമ്മയുടെ പേര് സാറാമ്മ. ഹെഡ് മാസ്റ്റർ മുഖമയത്ത് രക്ഷിതാക്കളെ നോക്കി ചോദിച്ചു, കുട്ടിയുടെ മതം ഏതാ ചേർക്കേണ്ടത്? ഒന്നും ചേർക്കണ്ട, മതമില്ലെന്ന് ചേർത്തോളൂ. അപ്പൊ ജാതിയോ? അതും വേണ്ട. ഹെഡ് മാസ്റ്റർ കസേരയിലേക്ക് ചാരി നിന്ന് അല്പം ഗൗരവത്തോടെ ചോദിച്ചു, വലുതാവുമ്പോൾ ഇവനെ ഏതെങ്കിലും മതം വേണമെന്ന് തോന്നിയാലോ? അങ്ങനെ വേണമെന്ന് തോന്നുമ്പോൾ അവന് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കട്ടെ. കണ്ടില്ലേ പണമെടുക്കാനുള്ള തിരക്ക്? എന്തിന് ക്യൂ നിൽക്കുന്നു SBT ATM കൗണ്ടർ ഉള്ളപ്പോൾ? അതെ, SBT ATM കൗണ്ടർ. വേഗത്തിൽ ഏത് സമയത്തും ഏത് ദിവസവും തുക പിൻവലിക്കുവാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. നിങ്ങളുടെ പേരും കാർഡ് നമ്പറും അടങ്ങിയ കാർഡാണിത്. കൗണ്ടറിൽ പ്രവേശിക്കാനായി ഈ കാർഡ് കൗണ്ടർ വാതിലിന്റെ വലതുവശത്തായി കാണുന്ന സ്ലോട്ടിൽ നിക്ഷേപിച്ച് തിരിച്ചെടുക്കണം. ഉടൻ ഒരു പച്ച ലൈറ്റ് തെളിയും. നിങ്ങൾക്ക് വാതിൽ തുറക്കാമെന്നർത്ഥം. ATM കാർഡ് തെറ്റായ രീതിയിൽ ഇൻസേർട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അകത്ത് കയറി കമ്പ്യൂട്ടറിന്റെ മുൻപിൽ വലതുവശത്തുള്ള സ്ലോട്ടിന് സമീപം ഇൻസേർട്ട് ഹിയർ എന്ന് കാണിച്ചിട്ടുണ്ട്. അതിൽ ഈ കാണിക്കുന്ന പ്രകാരം കാർഡ് നിക്ഷേപിക്കുക. 2 സെക്കൻഡ് കഴിഞ്ഞ് കാർഡ് തിരിച്ചെടുക്കുക. ഉടനെ സ്ക്രീനിൽ പല സൂചികകൾ തെളിയും. അതിൽ ബാങ്കിംഗ് എന്ന സൂചികയിൽ തൊടുക. അതോടൊപ്പം ഏത് ഭാഷ വേണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്ക്രീൻ തെളിയും. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നീ ഭാഷകൾ അതിലുണ്ടായിരിക്കും.
അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ഭാഷ തിരഞ്ഞെടുക്കുക. ഉടനെ പിൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്ക്രീൻ തെളിയും. അവിടെ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് തന്നിട്ടുള്ള നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യ നമ്പർ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇടപാട് ഏതെന്ന് തീരുമാനിക്കുക എന്ന സ്ക്രീൻ തെളിയും. ബാലൻസ് അറിയണമെങ്കിൽ മാത്രം ബാലൻസ് പരിശോധന എന്ന സൂചികയിൽ തൊടുക. സ്ക്രീനിൽ സേവിങ്സ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട് എന്നീ സൂചികകൾ തെളിയും. അതിൽ നിന്നും നിങ്ങളുടെ അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. സ്ക്രീനിൽ താങ്കൾ ഇപ്പോൾ നടത്തിയ ഇടപാടിന്റെ രസീത് ആവശ്യമാണോ എന്ന ചോദ്യം കാണിക്കും. അതെ എന്നെഴുതിയിരിക്കുന്നിടത്ത് തൊടുക. ഉടനെ വലതുവശത്തുള്ള സ്ലോട്ടിലൂടെ രസീത് വരും. അതെടുത്ത് നിങ്ങളുടെ ബാലൻസ് മനസ്സിലാക്കുക. ഇനി തുകയെടുക്കുവാനായി ഒരിക്കൽ കൂടി നേരത്തെ കാണിച്ച പ്രകാരം കാർഡ് സ്ലോട്ടിൽ നിക്ഷേപിച്ച് 2 സെക്കൻഡ് കഴിഞ്ഞ് തിരിച്ചെടുക്കുക. ഉടനെ സ്ക്രീനിൽ പല സൂചികകൾ തെളിയും. അതിൽ ബാങ്കിംഗ് എന്ന സൂചികയിൽ തൊടുക. വീണ്ടും ഏത് ഭാഷ വേണമെന്ന ചോദ്യം സ്ക്രീനിൽ തെളിയും. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുക്കുക. പിൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്ക്രീൻ തെളിയും. അതിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക. സ്ക്രീനിൽ സേവിങ്സ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട് എന്നീ സൂചികകൾ തെളിയും. അതിൽ നിന്നും നിങ്ങളുടെ അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. അത് കഴിഞ്ഞ് ഇടപാട് ഏതെന്ന് തീരുമാനിക്കുക എന്ന സ്ക്രീൻ തെളിയും. അതിൽ തുക പിൻവലിക്കൽ എന്ന സൂചികയിൽ തൊടുക. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്ന തുക എത്രയാണെന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതെ എന്ന് കാണിച്ചിരിക്കുന്ന സൂചികയിൽ തൊടുക. ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളുടെ പണം താഴെയുള്ള സ്ലോട്ടിലൂടെ വരും. അതോടൊപ്പം തന്നെ ഒരു ബീപ്പ് ശബ്ദവും ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പണം ഈ സ്ലോട്ടിൽ നിന്നും കൈപ്പറ്റാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇങ്ങനെ വരുന്ന പണം 30 സെക്കൻഡുകൾ മാത്രമേ സ്ലോട്ടിൽ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അത് തിരികെ പോകും. അതുകൊണ്ട് വന്ന ഉടനെ തന്നെ കൈപ്പറ്റുക. അതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾക്ക് ATM-ലൂടെ പരമാവധി പിൻവലിക്കാൻ കഴിയുന്ന തുക 15,000 രൂപയായി നിയന്ത്രിച്ചിരിക്കുന്നു. വലതുവശത്തുള്ള സ്ലോട്ടിൽ താങ്കൾ നടത്തിയ പണമിടപാടിന്റെ രസീത് വരും. അത് കൈപ്പറ്റി സൂക്ഷിക്കുക. ഒരിക്കൽ കൂടി നേരത്തെ കാണിച്ച പ്രകാരം കാർഡ് സ്ലോട്ടിൽ നിക്ഷേപിച്ച് 2 സെക്കൻഡ് കഴിഞ്ഞ് തിരിച്ചെടുക്കുക. ഉടനെ സ്ക്രീനിൽ പല സൂചികകൾ തെളിയും. അതിൽ ബാങ്കിംഗ് എന്ന സൂചികയിൽ തൊടുക. വീണ്ടും ഏത് ഭാഷ വേണമെന്ന ചോദ്യം സ്ക്രീനിൽ തെളിയും. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുക്കുക. പിൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്ക്രീൻ തെളിയും. അതിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക. സ്ക്രീനിൽ സേവിങ്സ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട് എന്നീ സൂചികകൾ തെളിയും. അതിൽ നിന്നും നിങ്ങളുടെ അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിന് പകരമായി സൂക്ഷിക്കാവുന്ന മിനി സ്റ്റേറ്റ്മെന്റ് ലഭിക്കാനായി ഇടപാട് ഏതാണെന്ന് തീരുമാനിക്കുക എന്ന സ്ക്രീനിൽ നിന്ന് മിനി സ്റ്റേറ്റ്മെന്റ് എന്ന സൂചികയിൽ തൊടുക. വലതുവശത്തുള്ള സ്ലോട്ടിലൂടെ വരുന്ന മിനി സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ നടത്തിയ ബാങ്ക് ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കും. അത് കൈപ്പറ്റി സൂക്ഷിക്കുക. താങ്കളുടെ ഇടപാട് നടത്തിയ ശേഷം പുറത്തിറങ്ങാനായി വാതിലിനടുത്തുള്ള സ്വിച്ച് അമർത്തുക. സ്വിച്ച് അമർത്തിയാൽ മാത്രമേ വാതിൽ തുറക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തെളുപ്പമാണ് SBT ATM സംവിധാനത്തിലൂടെ പണം പിൻവലിക്കുക എന്നതെന്ന്.